ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജയ പാർവതിയെ കാണാൻ വരികയാണ്. ജയയെ കാണുമ്പോൾ പാർവതി പറയും, അന്ന് കാട്ടിൽ വെച്ച് ജയയെ കണ്ടതിന് ശേഷം വീണ്ടും ജയ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജയ പറയും, ഞാനത് അറിയുന്നുണ്ടായിരുന്നു. നിന്റെ മുൻപിലേക്ക് ഞാൻ വന്നില്ലെങ്കിലും എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ പാർവതി പറയും, ദേവമയെ പോലെ ജയയും എന്നെ കാണാൻ വരണം. അപ്പോൾ ജയ പറയും, വരാം. വിശാലിനിപ്പോൾ എങ്ങനെയുണ്ട്? അവന് സുഖം തന്നെയല്ലേ? അതെ, ഇന്നലെ വിശാൽ സാറിന്റെ മുറിയിൽ ദേവമ വന്നിരുന്നു എന്ന് തോന്നുന്നു. ആ മുറിയിൽ നിന്ന് ദേവമയുടെ ശബ്ദത്തിലുള്ള ഒരു താരാട്ടുപാട്ട് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടു. അപ്പോൾ ജയ പറയും, ദേവമ മകനെ കാണാൻ വന്നിരുന്നു. പൗർണമി രാത്രി ദേവമയെ മകൻ കാണാൻ വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ പാർവതി പറയും, പക്ഷേ അമ്മ എന്താ എന്നെ കാണാൻ വരാതിരുന്നത്? എന്തായാലും വിശാൽ സാർ ദേവമയെ കണ്ടല്ലോ, അത് മതി. സാറിന്റെ വലിയ ആഗ്രഹം സാധിച്ചല്ലോ. അപ്പോൾ ജയ പറയും, വിശാൽ അമ്മയെ കണ്ടിട്ടില്ല പാർവതി. അവർ തമ്മിൽ കാണാനുള്ള സമയം ഇനിയും ആയിട്ടില്ല. ദേവമ്മ അവനെ കണ്ടു, താരാട്ട് പാടി, പിന്നീട് മടങ്ങിപ്പോയി. അതുമാത്രമേ അവർക്കിടയിൽ അനുവദനീയമായിട്ടുള്ളൂ. അയ്യോ, അത് കഷ്ടമായല്ലോ. ഇന്നലെ അമ്മയും മകനും തമ്മിൽ കണ്ട് സന്തോഷം പങ്കുവെക്കുമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ ജയ പറയും, ദേവമ്മ ഇന്നലെ വിശാലിനെ കാണാൻ വന്നത് നീ അറിഞ്ഞതായി വിശാലിന് മുമ്പിൽ പ്രകടിപ്പിക്കരുത്. അമ്മ തന്നെ കാണാൻ വന്നിട്ടും തനിക്ക് അമ്മയെ കാണാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് അവൻ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇന്നലെ ദേവമ്മ മാത്രമല്ല, ഞാനും ഇവിടെ വന്നിരുന്നു. എന്നിട്ട് നീ എന്താ എന്നെ കാണാൻ വരാതിരുന്നത്? അപ്പോൾ ജയ പറയും, ഞാൻ ഇന്നലെ വന്നത് നീയും വിശാലുമായിട്ടുള്ള വിവാഹ ജീവിതത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. എന്തു ജയ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പോൾ ജയ പറയും, നിന്നെയും വിശാലിനെയും പിരിക്കാൻ ജാസ്മിൻ ഇന്നലെ രാത്രി ഒരു കുതന്ത്രം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞു. അതിന് ഞാൻ തടയിട്ട് അവളെ വിരട്ടി ഓടിച്ചു. അവൾ പ്രേതം എന്ന് പറഞ്ഞ് അലറിക്കറിഞ്ഞത് എന്നെ കണ്ടിട്ടായിരുന്നു. അപ്പോൾ പാർവതി ചോദിക്കും, എന്തായിരുന്നു അവളുടെ പദ്ധതി? അപ്പോൾ ജയ പറയും, എന്തായാലും അത് പ്രാവർത്തികമായില്ലല്ലോ, അതുകൊണ്ട് ഇനി അതറിയാൻ ശ്രമിക്കേണ്ട. ജാസ്മിനെ നീ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ അവൾ വിശാലിനെ വലിയ കുഴപ്പത്തിൽ എത്തിക്കും. നീ കൂടുതൽ കരുതിയിരിക്കണം. അത് ഓർമ്മപ്പെടുത്താനാണ് ഞാനിപ്പോൾ നിന്റെ അടുത്തേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് ജയ അപ്രത്യക്ഷമാവുകയാണ്. പിന്നെ കാണിക്കുന്നത് ജാസ്മിൻ വിശാലിന്റെ റൂമിലേക്ക് പോകാൻ ഡോർ തുറക്കാൻ തുടങ്ങാണ് കേട്ടോ. അപ്പോഴേക്കും പാർവതി വന്നിട്ട് ചോദിക്കും, നീ എന്താ ജാസ്മിൻ ഇവിടെ? അപ്പോൾ ജാസ്മിൻ പറയും, ഞാൻ ഇവിടെ വന്നാൽ എന്താ കുഴപ്പം? എനിക്കിവിടെ വരാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? അപ്പോൾ പാർവതി പറയും, അതെൻ്റെ ഭർത്താവിൻ്റെ മുറിയാണ്. എൻ്റെ ഭർത്താവിൻ്റെ മുറിയിലേക്ക് നീ കയറാൻ പാടില്ല. അപ്പോൾ ജാസ്മിൻ പറയും, കയറിയാൽ നീ എന്തു ചെയ്യും? ഞാൻ കയറും. നീ എന്നെ എന്തു ചെയ്യും? തല്ലോ? എന്നാൽ തല്ലടി. അപ്പോൾ പാർവതി കൈ ഉയർത്തിയിട്ട് തല്ലാൻ കയ്യോങ്ങാണ് കേട്ടോ. എന്നിട്ട് പറയും, ആഞ്ഞൊരെണ്ണം തന്നാലുണ്ടല്ലോ, നീ പിന്നെ 3 ദിവസം കഴിഞ്ഞ് കണ്ണു തുറക്കും. അത് ഓർമ്മ വേണം നിനക്ക്. അപ്പോൾ ജാസ്മിൻ ചോദിക്കും, നീ എന്താ എന്നെ പേടിപ്പിക്കുകയാണോ? അപ്പോൾ പാർവതി പറയും, നീ പേടിക്കണം. അമ്മാതിരി പ്രവർത്തികളല്ലേ നീ ചെയ്തു കൂട്ടുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്നാടി നീ പറയുന്നത്? അപ്പോൾ പാർവതി പറയും, പ്രസാദത്തിൽ ഉറുക്കുകളെ കലർത്തിയത് നീയല്ലേ? നിന്റെ മുഖത്ത് തന്നെ ഉണ്ട് ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം. നീ രഹസ്യമായി ചെയ്ത കാര്യം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും നീ ഇപ്പോൾ ചിന്തിക്കുന്നത്. നീ ഇവിടെ എന്തൊക്കെ കാണിച്ചാലും ഞാൻ അതറിയും. നീ പ്രസാദത്തിൽ ഉറുക്കുകളെ ചേർത്തത് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്ന് ഞാൻ നിന്നോട് പറയാം. എന്നിട്ട് എല്ലാം ജാസ്മിനോട് പറയാൻ കേട്ടോ. എന്നിട്ട് പാർവതി പറയും, അബദ്ധത്തിൽ ആ പ്രസാദം ചെടിയിൽ വീണത് നന്നായി. പ്രസാദം വീണ ഉടൻ ചെടിയിലുണ്ടായിരുന്ന പൂവിന്റെ നിറം മങ്ങി. അതൊരു അടയാളമായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാണ്. ആ പ്രസാദം ഞാൻ മാറ്റി. അടുക്കളയിൽ ചെന്ന് നീ ഉറുക്കുകളെ ചേർക്കാത്ത പ്രസാദം ഞാൻ എടുത്തു. നീ ഒന്ന് ഓർത്തോ ജാസ്മിൻ, എനിക്ക് ഉദയനൊരമ്മ മുതൽ ഗായത്രമ്മ വരെ തുണയായിട്ടുണ്ട്. നീ എന്തൊക്കെ ചെയ്താലും അവരതെന്റെ കണ്ണിൽ കാണിക്കും. ആ ഭയം നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. വിശാൽ സാറിനെതിരെ നീ ഒരു വിരലെളിക്കിയാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ജാസ്മിൻ വിശാലിന്റെ മുറിയിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് മനസ്സിൽ പറയും, എന്തൊക്കെ പ്ലാനായിരുന്നു മനസ്സിലെ, എല്ലാം പൊളിഞ്ഞു. ഇന്നലെ രാത്രി ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചത്? ഈ മുറിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മുറിയിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ച ക്യാമറയിൽ റെക്കോർഡായി കാണും എന്ന് പറഞ്ഞിട്ട് ആ മൊബൈലെടുത്ത് പരിശോധിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അതില് ദേവമ്മ വിശാലിന്റെ അടുത്ത് വന്നതും ഇരിക്കുന്നതും എല്ലാം കാണുകയാണ്. അതുകൊണ്ട് ജാസ്മിൻ ആകെ പേടിച്ചു വിറക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജാസ്മിൻ മനസ്സിൽ പറയും, പാർവതി പറയുന്നത് ശരിയാണോ? പാർവതി ഗായത്രി ദേവിയെ കാണുന്നുണ്ട് അല്ലേ? ഈ വീഡിയോയിൽ ഗായത്രി ദേവിയെ കണ്ട സ്ഥിതിക്ക് ഇവിടെ അവരുടെ സാന്നിധ്യമുണ്ട്. പാർവതി ഗായത്രി ദേവിയെ കാണുന്നുണ്ട് എന്ന് പറയുന്നതിൽ വാസ്തവമുണ്ട്. ഇത് ഉടനെ ആന്റിയെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ആ ഫോണും കൊണ്ട് പ്രഭാവതിയുടെയും പ്രതാപന്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. വരുന്ന വഴിക്ക് ജാസ്മിന്റെ കയ്യിൽ നിന്ന് ആ ഫോൺ താഴേക്ക് വീഴാണ്. അത് കാണുമ്പോൾ പ്രഭാവതി ചോദിക്കും, ശ്രദ്ധിച്ച് നടക്കണ്ടേ? എന്തിനാ നീ ഇപ്പോൾ ഓടിക്കതച്ച് ഇങ്ങോട്ട് വന്നത്? എന്താ കാര്യം ജാസ്മിൻ?
അപ്പോൾ ജാസ്മിൻ പറയും വീഡിയോ, ഗായത്രി അമ്മയുടെ വീഡിയോ. അപ്പോൾ പ്രതാപൻ ചോദിക്കും ഗായത്രി ദേവിയുടെ എന്ത് വീഡിയോ? പഴയ വീഡിയോ വല്ലതും ആണോ? അപ്പോൾ ജാസ്മിൻ പറയും അല്ല, ഇതേ ഇന്നലെ രാത്രിയിലെ വീഡിയോ ആണ്. ഇന്നലെ രാത്രി ഗായത്രി അമ്മയോട് വന്നിരുന്നു. എന്നിട്ട് വിശാലിനെ മടിയിൽ കിടത്തി അവൻ്റെ മുടിയിൽ തലോടി കൊടുത്തു. അപ്പോൾ പ്രഭാവതി ചോദിക്കും എന്താ ജാസ്മിൻ, നീ ഇന്നലെ രാത്രി എന്തെങ്കിലും ദുസ്വപ്നം കണ്ടോ? ആൻറ്റി, ഇത് സ്വപ്നമൊന്നുമല്ല, യാഥാർത്ഥ്യമാണ്. ഇത് കേട്ടതും പ്രഭാവതിയും പ്രതാപനും ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജാസ്മിൻ പറയും നിങ്ങൾ എന്നെ കളിയാക്കി ചിരിക്കുമെന്ന് വേണ്ട, എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഗായത്രി അമ്മ ഇവിടെ വന്നതിൻ്റെ തെളിവ് എൻ്റെ മൊബൈലിലെ വീഡിയോയിലുണ്ട്. അത് കാണിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ പ്രതാപൻ പറയും നീ ചുമ്മാ തമാശ പറയല്ലേ, ഗായത്രി എന്നല്ല ഒരു പ്രേതവും ഫോട്ടോയിലും വീഡിയോയിലും പതിയില്ല. ശരി, തെളിവ് കാണിച്ചാൽ നിങ്ങൾ വിശ്വസിക്കുമല്ലോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പ്രഭാവതി പറയും നിൽക്ക്, നിനക്ക് ആ വീഡിയോ എവിടെ നിന്നാ കിട്ടിയത്? അപ്പോൾ ജാസ്മിൻ എല്ലാം അവരോട് തുറന്നു പറയാൻ കേട്ടോ. എന്നിട്ട് പറയും രാത്രി പ്രേതത്തെ കണ്ടതോടുകൂടെ എനിക്ക് എൻ്റെ പ്ലാൻ ഒന്നും നടത്താൻ കഴിഞ്ഞില്ല. എന്നാലും മൊബൈൽ ക്യാമറയിൽ എന്തെങ്കിലും വിഷ്വൽ പതിഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ ഞാൻ അത് എടുത്തു നോക്കിയതാണ്. അപ്പോഴാണ് ഗായത്രിയമ്മയെ ഞാൻ ആ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ പ്രഭാവതി പറയും വിശാലിനെയും പാർവതിയെയും പിരിക്കാൻ നിന്റെ ആ പ്ലാൻ നല്ല പ്ലാനായിരുന്നു. നീ ആ വീഡിയോ കാണിക്കുകയും വീഡിയോയിൽ പതിഞ്ഞ ഗായത്രി ദേവിയെ ഞങ്ങൾ കൂടെ ഒന്ന് കാണട്ടെ. അപ്പോൾ ജാസ്മിൻ അത് കാണിക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോഴാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് കേട്ടോ. എത്ര ശ്രമിച്ചിട്ടും ആ ഫോൺ പിന്നെ സ്വിച്ച് ഓൺ ആവുന്നില്ല. അപ്പോൾ ജാസ്മിൻ പറയും ഇനി ആ വിഷ്വൽസ് ഞാൻ എങ്ങനെ നിങ്ങളെ കാണിച്ചു തരും? ഗായത്രിയമ്മ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. പാർവതി ഗായത്രിയമ്മ കാണാറുണ്ട് എന്ന് പറയുന്നത് സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രഭാവതി പറയും ഇനി അത് പോട്ടെ, നീ അത് വിട്ടേക്ക്. നമുക്ക് ഈ ഫോണിൽ നിന്ന് എപ്പോഴെങ്കിലും ആ വീഡിയോ വീണ്ടും എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇപ്പോൾ നീ പോയിക്കോ. അപ്പോൾ ജാസ്മിൻ അവിടെ നിന്ന് വിഷമത്തോടെ പോവാണ് കേട്ടോ. അപ്പോൾ പ്രതാപൻ പ്രഭാവതിയോട് പറയും അവൾ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടെന്നാണ് ചേച്ചി എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് അവൾ ഈ കാര്യം വെറുതെ വന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗായത്രി വീഡിയോയിലുള്ളത് കൊണ്ട് തന്നെയായിരിക്കും അവൾ ആ വീഡിയോ നമ്മളെ കാണിക്കാൻ വന്നത്. അങ്ങനെ ഗായത്രി ദേവി ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണമല്ലോ ചേച്ചി. അതേസമയം വിശാല് ഗായത്രിയമ്മയുടെ ഫോട്ടോ നോക്കിയിട്ട് ചോദിക്കും അമ്മ എന്നാണ് എന്നെ കാണാൻ വരുന്നത്? പാർവതിക്ക് ദർശനം കൊടുക്കുന്ന പോലെ അമ്മ എന്നാണ് എനിക്ക് ദർശനം തരിക? ഒന്ന് വേഗം വാ അമ്മേ, എനിക്ക് അമ്മയെ കാണണം. ഒരുപാട് നേരം അമ്മയോട് സംസാരിക്കണം. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് പാർവതി വരികയാണ് കേട്ടോ. അപ്പോൾ പാർവതി ചോദിക്കും എന്താ അമ്മയും മോനും തമ്മിൽ ഒരു കുശലം പറിച്ചില്ലേ? അപ്പോൾ വിശാൽ പറയും ഞാൻ അമ്മയോട് ഒരു പരിഭവം പറയായിരുന്നു. എന്ത് പരിഭവം വിശാൽ സാറേ? അമ്മ പാർവതിയെ കാണാൻ മാത്രമല്ലേ വരുന്നത്, എന്നെ കാണാൻ വരുന്നില്ലല്ലോ. അപ്പോൾ പാർവതി പറയും വിശാൽ സാറിനെ കാണാൻ ദേവമ്മ തീർച്ചയായും വരും. ഇപ്പം അതിനുള്ള സമയമായിട്ടില്ല എന്നാണ് അമ്മ എന്നെ കാണാൻ വരുമ്പോഴൊക്കെ പറയുന്നത്. അപ്പോൾ വിശാൽ പറയും എനിക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യ പാർവതി, എനിക്ക് ഉടനെ തന്നെ എൻ്റെ അമ്മയെ കാണണം. ഇനി അമ്മ പാർവതിയെ കാണാൻ വരുമ്പോൾ എൻ്റെ ഈ വിഷമം അമ്മയോട് നീ പറയണം. അപ്പോൾ പാർവതി പറയും ഞാൻ എപ്പോഴും ഇത് അമ്മയോട് പറയാറുണ്ട്. അപ്പോൾ വിശാൽ പറയും പിന്നെ അമ്മ നേരിട്ട് വന്നില്ലെങ്കിലും അമ്മ ഇന്നലെ എൻ്റെ സ്വപ്നത്തിൽ വന്നു. അമ്മ എന്നെ താരാട്ട് പാട്ട് ഉറക്കി. ഞാൻ അമ്മയുടെ മടിയിൽ കിടന്ന് ആ താരാട്ട് കേട്ട് സുഖമായി ഉറങ്ങി. സ്വപ്നത്തിലാണെങ്കിലും അമ്മയെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അമ്മയെ ഓർക്കാത്ത ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിലില്ല. അമ്മയുടെ ആത്മാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പറയുന്ന വിശാലിനെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്നാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.